നല്ല ഫ്രഷ് ക്യാരറ്റ് ഇട്ടാ, ഫ്രഷ് ക്യാരറ്റ് അടിച്ച് കാണിച്ചിട്ടാ ജ്യൂസർ. കുറേ പേര് ചോദിച്ചിരുന്നത് ജ്യൂസറിൽ ക്യാരറ്റ് അടിക്കാൻ പറ്റുമോ. എല്ലാ ജ്യൂസറിലും ക്യാരറ്റ് അടിക്കാൻ പറ്റില്ല, പക്ഷേ ഈ ഒരു ജ്യൂസറിൽ ക്യാരറ്റ് അടിക്കാൻ പറ്റും. കാരണം ഇത് 3 സ്പീഡ് ഉണ്ട്. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് 3 സ്പീഡുണ്ട്. നമുക്ക് 3ാമത്തെ സ്പീഡിൽ ക്യാരറ്റ് അടിക്കാൻ പറ്റും. നിങ്ങൾ അതിലേക്ക് ഇടുമ്പോഴുള്ള സൗണ്ട് കേട്ടാൽ മതി ഫ്രഷ് ആണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഫ്രഷ് നമ്മൾ പുഴുങ്ങിയിട്ടൊന്നും ഇല്ലട്ടാ. കുറേ ആൾക്കാർ മറ്റേ വീഡിയോ ഇട്ടൊക്കെ പുഴുങ്ങിയിട്ടാണ് അടിച്ചതെന്ന് പറയുന്നുണ്ട്. പുഴുങ്ങിയതൊന്നല്ല, വാഷ് ചെയ്ത ക്യാരറ്റാണ് അടിച്ച് കാണിച്ചത് കേട്ടോ. ക്യാരറ്റ്, ബീട്രൂട്ട് പോലുള്ള സാധനങ്ങൾ അടിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതേപോലെ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്യണം കേട്ടോ. ഏകദേശം ഒരു മുന്തിരിയുടെ സൈസിലുള്ള പീസുകളായിട്ട് കട്ട് ചെയ്യണം. വലിയ പീസ് ഇട്ട് കഴിഞ്ഞാൽ ബ്ലേഡിൻ്റെ അടിയിലേക്ക് തന്നെ വീഴൂല. അപ്പോൾ നിങ്ങൾ ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്യണം. പിന്നെ മാക്സിമം വെള്ളം നിറക്കാൻ നോക്കുക. 3/4 ഭാഗം വെള്ളം വേണം. 1/4 ഭാഗം ഫ്രൂട്ടും 3/4 ഭാഗം വെള്ളമാണ് ഇതിൻ്റെ അളവ് വരുന്നത്. ഇപ്പം നമ്മൾ കുറച്ച് വെള്ളം വെച്ചിട്ടുള്ളൂ. ഇതിന് കട്ടിയിൽ അടിക്കാൻ വേണ്ടിയിട്ട്, ഇതിന് പവർ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് കുറച്ച് ഇട്ടിട്ടുള്ളൂ. ഇതേപോലെ നേരെ ഓപ്പോസിറ്റ് പിടിച്ചിട്ട് ഫ്രൂട്ട് മൊത്തം അടിയിലാക്കുക. എന്നതിന് ശേഷം നമ്മൾ P3 ഓൺ ആക്കാണ്. ഓൺ ആക്കിയതിന് ശേഷം പതുക്കെ ഇതേപോലെ ചെരിച്ച് വെക്കുക. ഒന്ന് ബ്ലെൻഡ് ആയതിനു ശേഷം മാത്രം സ്റ്റഡിയാക്കി വെക്കുക. ഞാൻ പറഞ്ഞതല്ല, ഇതിൻ്റെ കാറ്റലോഗ് ഞാൻ ഇതിൻ്റെ കൂടെ കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കാറ്റലോഗിൽ അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു രീതിയിലായതിനു ശേഷം മാത്രം നമ്മൾ തല തിരിച്ച് വെക്കുക. ഇപ്പോൾ നമുക്ക് നല്ല അടിഞ്ഞ് വന്നിട്ടുണ്ട്, മിക്സായി വന്നിട്ടുണ്ട്. ഇപ്പോൾ നല്ല കട്ടിയിലായ കാരണം അറിയാത്തത്. ഞാൻ കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ ഇത്രയും കട്ടിയിൽ അടിഞ്ഞ സാധനം അടിപൊളിയായിട്ട് അടിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ നിങ്ങൾക്ക് ഒഴിച്ച് കാണിച്ചു തരാം. നല്ല അടിപൊളിയായിട്ട് അടിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. വാങ്ങാൻ വേണ്ടിയിട്ട് താഴത്ത് കാണുന്ന നമ്പറിൽ പെട്ടെന്ന് വാട്സപ്പ് ചെയ്തോളൂ.